الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله وسلم على أشرف الأنبياء والمرسلين وعلى آله وأهل بيته الطيبين الطاهرين ومن اتبعوهم بإحسان إلى يوم الدين أما بعد. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമീർ ആരെ ഒരാളെ മൈക്കിലേക്ക് വിളിക്കേണ്ടിയിരുന്നു. ആരെയാണാവോ? ഏതായാലും ഞാന് കൊയിഞ്ഞടക്കണ്ടപ്പെടുത്തതാ. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ആയിക്കോട്ടെ. എന്നപ്പോ എന്താ പറയാ, ആൾക്കാർക്കൊക്കെ ഉറക്കം വരുന്നുണ്ടോ? ഞാനൊരു ലേശം യഹിയ വായിക്കുന്നാല് ഇന്നാള് വായിച്ചതിന്റെ ഒരു ലേശം ബാക്കിയുണ്ട്. ഇപ്പൊ നോമ്പ് കഴിയണീന്റെ ഇടക്ക് അസ്റാറു സൗമ് തീരണ്ടേ? ഒരു 15 മിനിറ്റ് വായിക്കല്ലേ? എല്ലാവർക്കും സമ്മതമായിരിക്കുന്നു വിചാരിക്കണം. സമദ് ഫൈസി ഉസ്താദ് എത്തിയാല് വേഗം വിവരം പറയണം. ഉസ്താദിനോട് റൈസ് ഹാൻഡ് ചെയ്യാൻ പറയണം. ഞാനൊരു 15 മിനിറ്റ് വായിക്കാം. അതിന്റെ ഇടക്ക് വന്നാല് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നോമ്പ് 3 ദറജയുണ്ട് എന്നും അതിലൊന്നാമത്തത് സൗമുൽ ഉമൂമ്, 2 സൗമുൽ ഖുസൂസ്, 3 സൗമു ഖുസൂസിൽ ഖുസൂസ്. ഇങ്ങനെ 3 തരമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എവിടെ വായിച്ചെത്തിയത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൽ രണ്ടാമത്തെ നോമ്പിനെ കുറിച്ചാണ് നമ്മൾ അല്പം വിശദമായിട്ട് പറഞ്ഞിരുന്നത്. ഓരോ അവയവങ്ങളെയും അതാത് അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കുക എന്നാണ് ആ നോമ്പിന്റെ രത്നചുരുക്കം മഹാനവറുകൾ പറഞ്ഞത് നമ്മളിവിടെ വായിച്ചത്. ഒന്നാമത്തത് കണ്ണിനെ ചിമ്മുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഹിഫ്ളുൽ ലിസാനി, നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാ. അവിടുന്നാണ്ട് വായിക്കുന്നുണ്ട്. ഹിഫ്ളുൽ ലിസാനി അനിൽ ഹദയാനി വൽ കദിബി വൽ ഗീബത്തി വൻ നമീമത്തി വൽ ഫഹ്ഷി വൽ ജഫാഇ വൽ ഖുസൂമത്തി വൽ മിറാഇ وإلزامه السكوت وشغله بذكر الله سبحانه وتعالى وتلاوة القرآن فهذا صوم اللسان. ക്ഷമിക്കണം, ഇവിടെ നിന്ന് കറണ്ട് പോയി. അതേ,
വഖദ് ഖാല സുഫിയാനു, മഹാനായ സുഫിയാൻ എന്നവർ പറഞ്ഞു, അൽ ഗീബത്തു തുഫ്സിദു സൗമ, ഗീബത്ത് സൗമിനെ, നോമ്പിനെ ഫസാദാക്കി കളയും. റവാഹു ബിശ്ർ ബിനുൽ ഹർസ് അൻഹു, ഈ പറഞ്ഞ അസറിനെ ബിശ്ർ ബിനുൽ ഹർസ് എന്നവർ സുഫിയാൻ എന്നവരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വറവാ ലൈസുൻ അൻ മുജാഹിദിൻ ഖസ്ലതാനി യുഫ്സിദാനി സിയാമ, മഹാനായ ലൈസ് എന്നവര് മുജാഹിദ് എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുന്നു, രണ്ടു കാര്യങ്ങൾ നോമ്പിനെ ഫസാദാക്കി കളയും. അത് അൽ ഗീബത്തു വൽ കദിബു, ഗീബത്തും കദിബുമാണ്, പരദൂഷണം പറയലും കളവ് പറയലും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമസ്സൗമു ജുന്ന, നോമ്പ് എന്നുള്ളതൊരു പരിചയാകുന്നു. ഫഇദാ കാന അഹദുക്കും സ്വായിമൻ, അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരായാൽ ഫലാ യർഫുസ് വലാ യജ്ഹൽ, അവൻ അസഭ്യം പറയുകയോ വിവരക്കേട് പറയുകയോ ചെയ്യരുത്. വ ഇനിംറുഉൻ ഖാതലഹു ഔ ശാതമഹു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവനോട് കുഴപ്പത്തിന് വരികയോ അവനെ ചീത്ത പറയുകയോ ചെയ്താൽ ഫൽയഖുൽ ഇന്നി സായിമുൻ, എനിക്ക് നോമ്പാണേ എന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പിന്മാറണം. വജാഅ ഫിൽ ഖബരി, ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നംറഅതൈനി സ്വാമത അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് രണ്ട് പെണ്ണുങ്ങൾ നോമ്പ് നോറ്റു. ഫഅജ്ഹദഹുമൽ ജൂഉ വല്ലതുശു മിൻ ആഖിരിൻ നഹാരി, പകലിന്റെ അവസാന സമയമായപ്പോൾ അവർക്ക് വിശപ്പും ദാഹവും കഠിനമായി. ഹത്താ കാദത്ത അൻ തത്രിഫ, അവർ രണ്ടുപേരും മരിച്ചുപോകുമെന്നുള്ള അവസ്ഥയിലേക്കെത്തി. ഫബഅസതാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആളെ അയച്ചു. യസ്തഅ്ദിനാഹു ഫിൽ ഇഫ്താരി, അവർ രണ്ടുപേരും നോമ്പ് മുറിച്ചോട്ടെ എന്ന് സമ്മതം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഫഅർസല ഇലൈഹിമാ ഖിദഹൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഒരു പാത്രം കൊടുത്തയച്ചു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു ആ വന്നയാളോട്, ഖുൽ ലഹുമാ, നിങ്ങൾ അവരോട് രണ്ടുപേരോടും പോയിട്ട് പറയണം, ഖീആ ഫീഹി, ഈ പാത്രത്തിലേക്ക് രണ്ടുപേരും ഛർദ്ദിക്കുക എന്ന് പറയണം. മാ അകൽതുമാ, നിങ്ങൾ രണ്ടുപേരും തിന്നത്. അങ്ങനെ അയാൾ പോയി ആ രണ്ട് പെണ്ണുങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഛർദ്ദിക്കാൻ ആവശ്യപ്പെട്ടു. ഫഖാഅത്ത് ഇഹ്ദാഹുമാ, ആ രണ്ടു പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് ഛർദ്ദിച്ചു. നിസ്ഫഹു, ആ ബക്കറ്റിന്റെ പകുതിയോളം, ദമൻ അബീത്തം വലഹ്മൻ ഗരീള, പച്ചമാംസവും അതുപോലെ തന്നെ പച്ചരക്തവും. പച്ചരക്തം എന്ന് പറഞ്ഞാൽ ഫ്രഷ് രക്തം. വഖാഅത്തിൽ ഉഖ്റ, മറ്റേ പെണ്ണ് ഛർദ്ദിച്ചു. മിസ്ല ദാലിക, അതുപോലെ തന്നെ. അങ്ങനെ ബക്കറ്റ് നിറഞ്ഞു. ഹത്താ മലഅതാഹു, രണ്ടുപേരും ഛർദ്ദിച്ചിട്ട് ആ ബക്കറ്റ് രണ്ടുപേരും നിറയെ ഛർദ്ദിച്ചു. ഫഅജിബന്നാസു മിൻ ദാലിക, അത് കണ്ട് ജനങ്ങളൊക്കെ ആശ്ചര്യപ്പെട്ടു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാതാനി സ്വാമത്താ അമ്മാ അഹല്ലല്ലാഹു ലഹുമാ, ഈ രണ്ടു പെണ്ണുങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളെ തൊട്ട് നോമ്പ് നോറ്റു, അഥവാ അതിനെ അവർ മാറ്റിവെച്ചു. അനുവദിച്ചു കൊടുത്ത ഭക്ഷണത്തെ അവർ നോമ്പിന്റെ പേരിൽ മാറ്റിവെച്ചു. വ അഫ്തറതാ അലാ മാ ഹറമല്ലാഹു തആല അലൈഹിമാ, അവർക്ക് രണ്ടുപേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യം കൊണ്ട് അവർ നോമ്പ് മുറിക്കുകയും ചെയ്തു.
അവർക്ക് അനുവദിച്ചിരുന്ന ഭക്ഷണമുണ്ടായിരുന്നു. നോമ്പുകാലത്ത് നോമ്പില്ലായിരുന്നുവെങ്കിൽ ഹലാലായ ഭക്ഷണം അവർക്കുണ്ടായിരുന്നു. നോമ്പിനു വേണ്ടി ആ ഹലാലായ ഭക്ഷണം കഴിക്കലത് മറ്റുമാണ്. പക്ഷേ നോമ്പുണ്ടായിരിക്കെ തന്നെ നോമ്പില്ലാത്ത അവസ്ഥയിൽ ഹറാമാക്കിയ കാര്യം അവർ ചെയ്തു. അഥവാ അന്യന്റെ പച്ചമാംസം തിന്നുക എന്ന ഗീബത്ത് അവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശദീകരിച്ചു. ഖഅദത്ത് ഇഹ്ദാഹുമാ ഇലൽ ഉഖ്റ, ഈ രണ്ടു പെണ്ണുങ്ങളിൽ നിന്ന് ഒരു പെണ്ണ് മറ്റേ പെണ്ണിന്റെ അടുത്ത് പോയിരുന്നു. ഫജഅലതാ യഗ്താബാനിൻ നാസ, അവർ രണ്ടുപേരും ആളുകളെക്കുറിച്ച് ഗീബത്ത് പറയാൻ തുടങ്ങി. ഫഹാദാ മാ അകലതാ മിൻ ലുഹൂമിഹിം, അങ്ങനെ ആ ജനങ്ങളുടെ മാംസത്തിൽ നിന്ന് അവർ രണ്ടുപേരും തിന്നതാണ് ഈ ഛർദിച്ചത് എന്ന്. അഥവാ അവർ രണ്ടുപേരും ഗീബത്ത് പറഞ്ഞതിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസം തിന്നു എന്ന് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയാണത്. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹമ അഖീഹി മൈത എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗീബത്ത് പറഞ്ഞ പെണ്ണുങ്ങൾ യഥാർത്ഥത്തിൽ അവർ ഗീബത്ത് പറയുക വഴി അവർ മറ്റു മനുഷ്യരുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണുങ്ങൾ ഛർദിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തത്. അപ്പോ ഗീബത്ത് പറയുക എന്നുള്ളത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ നോമ്പിന്റെ പ്രതിഫലം നോമ്പ് നോറ്റുകൊണ്ട് ഗീബത്ത് പറഞ്ഞാൽ പിന്നെ കിട്ടില്ല. അസ്സാലിസു, മൂന്നാമത്തത് കഫ്ഫുസ്സമഇ, കേൾവിയെ തടയലാണ്. അനിൽ ഇസ്ഗാഇ ഇലാ കുല്ലി മക്റൂഹിൻ, എല്ലാ വെറുക്കപ്പെടുന്ന വിഷയങ്ങളും കേൾക്കുന്നതിനെ തൊട്ട് എല്ലാ കറാഹത്തായ വിഷയവും കേൾക്കുക ഹറാമായിക്കൊള്ളണമെന്നില്ല. അള്ളാഹ്ക്കും റസൂലിനും ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ കേൾക്കുന്നതിനെ തൊട്ട് കാതിനെ തടയലാണ്. ലിഅന്ന കുല്ലമാ ഹറമ ഖൗലുഹു, കാരണം പറയൽ ഹറാമായ മുഴുവൻ കാര്യങ്ങളും ഹറുമൽ ഇസ്ഗാഉ ഇലൈഹി, അത് കേൾക്കലും ഹറാമാണ്. വലിദാലിക, ഇക്കാരണത്താൽ സവ്വല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സമപ്പെടുത്തി പറഞ്ഞു, ബൈനൽ മുസ്തമിഇ വ ആക്കിലി സുഹ്തി, കേൾക്കുന്നവന്റെയും ഹറാമ് തിന്നുന്നവന്റെയും ഇടയിൽ. ഫഖാല തആല, അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു, സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്തി, സമ്മാഊന ലിൽ കദിബി, അവർ കളവ് കേൾക്കുന്നവരാണ്. അക്കാലൂന ലിസ്സുഹ്തി, ഹറാമ് തിന്നുന്നവരുമാണ്. അപ്പൊ ഹറാമ് തിന്നുക എന്നുള്ളതും ഹറാമ് കേൾക്കുക എന്നുള്ളതും തുല്യം തന്നെയാണ്. ഹറാമ് പറയുക എന്നുള്ളത് ഹറാമ് കേൾക്കുക എന്നതിനോട് തുല്യം തന്നെയാണ്. അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ കളവ് പറയൽ ഹറാമാണ്, അതുകൊണ്ട് തന്നെ കളവ് കേൾക്കലും ഹറാമ് തന്നെയാണ്. ഒരാൾ കളവ് പറയാ, അത് ഹറാമാണ്. വേറെ ഒരാളായിരുന്നു അതിരുന്നിങ്ങനെ കേൾക്കല്, അതും ഹറാമ് തന്നെയാണ്. ഒരാൾ ഗീബത്ത് പറയാ എന്നുള്ളത് ഹറാമാണ്, അത് കേൾക്കാൻ വേണ്ടി അവിടെ ഇരിക്കാന്നുള്ളത് ഇരിക്കണോന്റെ ഹറാമാണ്, കേൾക്കല് ഹറാമാണ്. വഖാല അസ്സ വജല്ല, വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വാക്കിലിഹിമുസ് സുഹ്ത, കുറ്റകരമായ കാര്യം പറയുന്നതിനെ തൊട്ടും ഹറാമ് തിന്നുന്നതിനെ തൊട്ടും റബ്ബാനീയങ്ങൾ എന്താണ് അവരെ തടയാത്തത്? റബ്ബാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ മതത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇകൾ, ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതാണ്. വിവരമുള്ള ആളുകൾ എന്താണ് അവർ കുറ്റം പറയുന്നതിനെ തൊട്ട് ഹറാമ് പറയുന്നതിനെ തൊട്ടും ഹറാമ് തിന്നുന്നതിനെ തൊട്ടും വിവരമുള്ള ആളുകൾ എന്തുകൊണ്ട് അവരെ തടയുന്നില്ല? ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റകരമായ കാര്യം പറയലും ഹറാമ് തിന്നലും ഒരുമിച്ചാണ് പറഞ്ഞത്. അപ്പോ ഒന്ന് പറയുക, ഹറാമ് പറയുക എന്നുള്ളതും
ഹറാമ് കേൾക്കുക എന്നുള്ളതും തുല്യം തന്നെയാണ്. ഫസ്സുകൂതു അലൽ ഗീബത്തി ഹറാമുൻ, ഒരാള് ഗീബത്ത് പറയുമ്പോൾ അത് മിണ്ടാതിരുന്നിങ്ങനെ കേൾക്കൽ ഹറാമാണ്. ഒരാള് ഗീബത്ത് പറയുകയാണെങ്കിൽ അത് നിശബ്ദമായിരുന്ന് കേൾക്കൽ ഹറാമാണ്. അവനെ തടയലാണ് വേണ്ടത്. പറയുമ്പോ ആ പറയുന്ന വ്യക്തിയെ പറച്ചിലിൽ നിന്ന് തടയലാണ് അവന്റെ ഉത്തരവാദിത്തം. അതിങ്ങനെ കേട്ടിരിക്കുക എന്നുള്ളത് ഹറാമാണ്. വഖാല തആല, അങ്ങനെ കേട്ടിരിക്കുന്നവരെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നക്കും ഇദം മിസ്ലുഹും, നിങ്ങളും അപ്പോൾ അവരെ പോലെ തന്നെയാണ്. അഥവാ ഗീബത്ത് പറയുന്നവരെ പോലെ തന്നെയാണ് അതിങ്ങനെ കേട്ടിരിക്കുന്ന ആളുകളും. വലിദാലിക ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇക്കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഗ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി, ഗീബത്ത് പറയുന്നവനും ഗീബത്ത് കേൾക്കുന്നവനും കുറ്റത്തിൽ സമമാണ്. അപ്പോ പറയൽ ഹറാമാണെങ്കിൽ അത് കേൾക്കലും ഹറാമ് തന്നെയാണ്. നമ്മളെ ക്ലാസ് റൂമിൽ ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് നിർത്തിക്കൂടെ ഇത് ഇങ്ങനെ പറയലുണ്ട്. ഓല അവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഓല വിശ്വാസത്തിൽ ഈ പറയൽ ഹറാമാണെങ്കിൽ അത് കേൾക്കലും ഹറാം തന്നെയാണ്. നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ പറയണത് ഹറാമല്ല. കാരണം നമ്മൾ ചില അനിവാര്യമായ ദീനിൽ മൊത്തത്തിൽ ഷർറുണ്ടാക്കുന്ന കാര്യങ്ങളെ തടയാൻ വേണ്ടി ദിഫാഅൻ അനിശ്ശരിയാണ് നമ്മൾ പറയല്. ദിഫാഅൻ അനിദ്ദീനി, ആ നിലക്കുള്ള ചില കാര്യം പറയും. ഇയാൾക്ക് പറയലുണ്ട്, നമ്മളിങ്ങനെ വന്ന് ടെക്സ്റ്റ് അടിക്കും ചിലപ്പോ, നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഈ ഹറാമ് പറയല്. ഇനിയിപ്പോ ഞാൻ അത് പറയുമ്പോ അപ്പോഴും ചിലപ്പോ ചില ആൾക്കാർ വരും. അപ്പൊ അങ്ങനെയുള്ളത് ചുരുക്കി പറഞ്ഞാൽ പറയല് ഹറാമാണെങ്കിൽ കേൾക്കലും ഹറാമ് തന്നെയാണ്. അപ്പൊ നമ്മള് ഇവിടെ ഹറാമായ കാര്യങ്ങളൊന്നും പറയലില്ല. നമ്മൾ ക്ലാസ് റൂമിലൂടെ വളരെയേറെ ഉപകാരപ്രദമായ വളരെയേറെ നാഫിയായ ഇൽമുകളാണ് അധികവും പറഞ്ഞു കൊടുക്കല്. ചില സമയങ്ങളിൽ അതിലേറെ അത്യാവശ്യമായ ചില ദിഫാഇ പ്രവർത്തനങ്ങൾ നടത്തലുണ്ട്, ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ. അതൊക്കെ ദീനിന്റെ കാര്യത്തിൽ അത്യന്താപേക്ഷിതമായതാണ്. സാന്ദർഭികമായി പറഞ്ഞതാണ്, ഇപ്പൊ ഈ പറഞ്ഞത് ഹയ്യിലുള്ളതല്ല. അറാബിയു, നാലാമത്തത് കഫു ബഖിയത്തിൽ ജവാരിഹി അനില്ലാസാമി, മറ്റെല്ലാ അവയവങ്ങളെയും അതാത് അവയവങ്ങളുടെ കുറ്റങ്ങളെ തൊട്ട് തടയലാണ്. മിനൽ യദി, കയ്യ്, വരിജ്ലി, കാല് തുടങ്ങിയ അവയവങ്ങൾ. വാനിൽ മക്കാരിഹി, വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടും. വകഫുൽ ബത്നി, വയറിനെ തടയലാണ്. അനിശുബ്ഹാത്തി വഖ്തൽ ഇഫ്താരി, നോമ്പ് തുറക്കുന്ന സമയത്ത് ശുബ്ഹുള്ള ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട്. ശുബ്ഹുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ ഹറാം അതിൽ കലർന്നിട്ടുണ്ടോ എന്ന് സംശയമുള്ള, ഹലാലാണ് എന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണങ്ങൾ, അത് കഴിച്ചിട്ട് നോമ്പ് തുറക്കാൻ പാടില്ല. കാരണം അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് ആ ഇഷ്ടമുള്ള പണി അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു തആലാക്ക് വെറുപ്പുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ശുബ്ഹന്റെ ഭക്ഷണമാണോ എന്ന് ശ്രദ്ധിക്കണം. ശുബ്ഹന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിൽ ഹറാമാകാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമുള്ള ഭക്ഷണം ശുബ്ഹന്റെ ഭക്ഷണമാണ്. ഹറാമ് കലർന്നിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഭക്ഷണം, ഹലാലാണ് എന്ന് ഉറപ്പില്ലാത്ത ഭക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഹലാലും ത്വയ്യിബുമായത് തിന്നാനാണ്. ഹൃദയത്തിന് ഇഷ്ടത്തോടുകൂടി തരുന്ന, അതുപോലെ തന്നെ സ്വന്തം അമലുകൊണ്ട് അമൽ ചെയ്തതിന്റെ പ്രതിഫലത്തിൽ നിന്നുള്ള ഭക്ഷണം. ഒരാൾ ജോലി ചെയ്ത് ആ ജോലി, കഠിനമായ ജോലിക്കുള്ള ശമ്പളം കൊണ്ട് കിട്ടുന്ന ഭക്ഷണം, അതാണ് നല്ല ഭക്ഷണം. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ നോമ്പ് കാലത്ത് ഭക്ഷണങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യാറുണ്ടാകും. ആ വിതരണം ചെയ്യുന്നവൻ എല്ലാവർക്കും ആമായിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അത് പോയി വാങ്ങാം. പക്ഷെ ചില ആളുകളുണ്ടാകും നോമ്പത്തെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നോമ്പുള്ള പാവങ്ങൾക്ക്, പാവങ്ങളായ ഭക്ഷണം വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക്
കൊടുക്കാൻ വേണ്ടിയിട്ട് നിയത്താക്കിയ ഭക്ഷണമൊക്കെ ഉണ്ടായി എന്ന് വരും. അപ്പൊ എല്ലാവരും അത് പോയി വാങ്ങണമെന്നില്ല. സാധിക്കുന്ന ആളുകൾ അവനാന്റെ ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും നല്ലത്. എവിടെയെങ്കിലും നോമ്പ് തുറക്കാൻ വിളിച്ചാ പോണ കാര്യമല്ലേ ഈ പറഞ്ഞത്. റോട്ടിലൊക്കെ കൊടുക്കുന്ന ഭക്ഷണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരണമെന്നില്ല. ഹലാലും ത്വയ്യിബുമായത് കഴിക്കാനാണ് മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അമ്പിയാക്കളോട് കൽപ്പിച്ച കാര്യം തന്നെയാണ് മുഅ്മിനീങ്ങളോടും അല്ലാഹു തആല കൽപ്പിച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ മഹാനായ ഇമാം ഗസ്സാലി തങ്ങളും പറയുന്നത് തന്നെ അത് തന്നെയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. കഫുൽ ബത്നി അനി ശുബ്ഹാത്തി വഖ്തൽ ഇഫ്താരി, നോമ്പ് തുറക്കുന്ന സമയത്ത് ശുബ്ഹന്റെ ഭക്ഷണം പള്ളിയിലേക്ക് പോകുന്നതിനെ തൊട്ട് പള്ളയെ തടയുക, വയറിനെ സൂക്ഷിക്കുക. ഞാന് പറയണത് കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഉണ്ടല്ലേ? വളരെ നിശബ്ദമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരുമേ. രണ്ട് കാരണങ്ങളെ കൊണ്ടാകെ ഈ നിശബ്ദാകണത്. ചില ആൾക്കാർ വയലറിയുമ്പോ കണ്ടിട്ടില്ല, ആൾക്കാർ ഇങ്ങനെ ഉറങ്ങും. ചിലര് വയലറിയുമ്പോ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുകയും ചെയ്യും. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഈ രണ്ട് ടീമും ഒരേപോലെ തോന്നുക. ഉറങ്ങണ ടീമാണെങ്കിലും അതേപോലെ ശ്രദ്ധിച്ചു കേൾക്കുന്ന ടീമാണെങ്കിലും പുറത്തുനിന്ന് നോക്കണവർക്ക് വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതേപോലെ ഇപ്പൊ എനിക്കിങ്ങളെ നോക്കിയാൽ ഇപ്പൊ ഏതില് പെട്ടതാന്ന് തിരിച്ചറിയില്ല. ഏതായാലും നിങ്ങൾ കേട്ടാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ അമലിൽ കൊണ്ടുവരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ മഹാനവറുകൾ പറയാണ്, ഫലാ മാനാ ലിസ്സൗമി, നോമ്പിന് യാതൊരു അർത്ഥവും ഇല്ല. വഹുവൽ കഫ്ഫു അനിത്ത്വആമിൽ ഹലാലി, നോമ്പ് എന്ന് പറഞ്ഞാൽ ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട് വയറിനെ തടയാനാണല്ലോ അതിന്റെ അർത്ഥം. ആ നോമ്പിന് അർത്ഥമില്ലാതായി പോകും. സുമ്മൽ ഇഫ്താറു അലൽ ഹറാമി, പിന്നെ ഹറാമായ ഭക്ഷണം കൊണ്ട് നോമ്പ് മുറിച്ചാൽ ഹലാലായ ഭക്ഷണത്തെ മാറ്റിവെക്കുക എന്ന നോമ്പ്, ഹറാമായ ഭക്ഷണം കൊണ്ട് ആ നോമ്പിനെ മുറിക്കുക എന്നുള്ളത് നടക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോ അവിടെ നോമ്പിന് അർത്ഥമില്ലാതായി തീരുകയാണ്. അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് വേണ്ടിയിട്ട് നോമ്പല്ലാത്ത കാലത്ത് ഹലാലായിരുന്ന ഭക്ഷണമൊക്കെ മാറ്റിവെച്ചു അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ അല്ലാഹു തആലാന്റെ തൃപ്തിയില്ലാത്ത ഭക്ഷണം കൊണ്ട് ആ നോമ്പിനെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആ നോമ്പിന് എന്തർത്ഥമാണ് എന്ന് മഹാനവറുകൾ ചോദിക്കാണ്. ഫമിസാലു ഹാദ സ്വാഇമി, ഇങ്ങനെ ഹലാലായ ഭക്ഷണമൊക്കെ മാറ്റിവെച്ചിട്ട് ഹറാമായ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുന്ന ആളുടെ ഉദാഹരണം, മിസാലുമൻ യബ്നി ഖസ്റൻ വയഹ്ദിമു മിസ്റൻ, ഒരാള് ഒരു പാലസ് ഉണ്ടാക്കുകയാണ്, പക്ഷെ അതിനൊരു പട്ടണം അയാൾ തകർക്കുകയാണ്. ഒരു കൊട്ടാരം പണിയാൻ വേണ്ടി അതിലേറെ വലിയ ഒരു പട്ടണം തന്നെ തകർക്കുന്നവന് തുല്യമാണ് ഹറാമായ ഭക്ഷണം കൊണ്ട് നോമ്പ് മുറിക്കുന്നവന്റെ ഉദാഹരണമെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. ഫഇന്ന ത്വആമൽ ഹലാല ഇന്നമാ യദുറു ബികസ്റതിഹി ലാ ബിനൗഇഹി, കാരണം ഹലാലായ ഭക്ഷണം അത് അമിതമാവൽ കൊണ്ടാണ് ശരീരത്തിന് ഉപദ്രവമുണ്ടാകുന്നത്, അതിന്റെ ഇനം കൊണ്ടല്ല ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വ്യത്യസ്ത ഇനങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടല്ല, ഇന്ന ഭക്ഷണം എന്നതുകൊണ്ടല്ല ശരീരത്തിന് ഉപദ്രവമുണ്ടാകുന്നത്. ശരീരത്തിന് ഉപദ്രവമുണ്ടാകുന്നത് ഭക്ഷണം അമിതമാകുമ്പോഴാണ്. ഫസ്സൗമു ലിതഖ്ലീലിഹി, അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത് ഈ ഭക്ഷണത്തെയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. വതാരികുൽ ഇസ്തിക്സാരി മിനദ്ദവാഇ ഖൗഫൻ മിൻ ളറരിഹി ഇദാ അദല ഇലാ തനാവുലി സുമ്മി കാന സഫീഹ. എന്നാൽ അമിതമായ മരുന്ന് ഉപയോഗം, കണക്കിലേറെ മരുന്ന് ഉപയോഗിക്കുക എന്നുള്ള പണി നിർത്തിവെക്കുന്നവൻ
എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? അവൻ അതിനു പകരം മരുന്ന് കുറച്ച് കൂടുതൽ കഴിക്കുന്നതിന് പകരം മരുന്ന് കൂടുതൽ കഴിച്ചാൽ അത് ഉപദ്രവമുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് മരുന്നങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അവൻ വിഷം കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ ചെയ്താൽ കാന സഫീഹ, അവൻ വിഡ്ഢിയാണല്ലോ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വലൈക്കും സലാം. ഭക്ഷണം ഒന്നിലധികം സമയങ്ങൾ പകലിൽ കഴിച്ചിരുന്നു. അങ്ങനെ ഒന്നിലധികം സമയങ്ങൾ പകലിൽ കഴിച്ചിരുന്ന ഭക്ഷണം, ആ പകലിലുള്ള സമയത്തെ ഭക്ഷണമൊക്കെ മാറ്റിവെച്ചിട്ട് ഭക്ഷണം അങ്ങോട്ട് കുറച്ചു, ഒരു നേരാക്കി, വൈകുന്നേരം ഒരു നേരാക്കി നോമ്പ് തുറക്കുന്ന സമയത്ത്. പക്ഷേ ആ ഒരു നേരാക്കിയത് നേരത്തെ കുറെ നേരം കഴിച്ചിരുന്ന മരുന്ന് മാറ്റിവെച്ചിട്ട് അതിന് ഒരു നേരം വിഷം കഴിക്കുന്നവനെ പോലെയാണ് ഹലാലായ ഭക്ഷണം ഒന്നിലധികം സമയം കഴിച്ചിരുന്നത്. അത് നിർത്തിവെച്ചിട്ട്, അത് മാറ്റിവെച്ചിട്ട്, കാരണം മാറ്റിവെക്കാൻ കാരണം ഇങ്ങനെ കുറെ കഴിച്ചാൽ അത് ശരീരത്തിന് ഉപദ്രവാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നിലധികം സമയം കഴിച്ചിരുന്ന ഭക്ഷണവും മാറ്റിവെച്ചു. എന്നിട്ട് അതിന് പകരമായി വിഷമാണ് കഴിച്ചത്. അഥവാ നോമ്പ് സമയത്ത് പകലിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് പിന്നെ വൈകുന്നേരം അവൻ അല്ലാഹു തആലാക്ക് ഇഷ്ടമില്ലാത്ത ഹറാമായ ഭക്ഷണം കഴിച്ച് നോമ്പ് നോറ്റാൽ അവന്റെ ഉദാഹരണം ഭക്ഷണം അമിതം ഒന്നിലധികം സമയം ഉപയോഗിക്കുന്നതിൽ പേടിച്ചിട്ട് അത് ശരീരത്തിന് ഉപദ്രവമാകുമോ എന്ന് പേടിച്ചിട്ട് അതിന്റെ എണ്ണം ചുരുക്കുകയും ആ ചുരുക്കിയ എണ്ണത്തിനു പകരമായി വിഷം ഉപയോഗിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. അതുകൊണ്ട് നേരത്തേതിനേക്കാൾ അപകടകരമാണ് ഇപ്പോൾ അവൻ ചെയ്യുന്ന പണി എന്ന് ചുരുക്കി പറഞ്ഞാൽ, ഹലാലായ ഭക്ഷണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഹറാമായ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് ഭക്ഷണം അമിതമായാൽ ശരീരത്തിന് ഉപദ്രവമാകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറക്കുകയും ആ കുറച്ച സ്ഥാനത്ത് അവൻ വിഷം ഉപയോഗിക്കുകയും വിഷം കഴിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവുക എന്നാണ് മഹാനവറുകൾ പറയുന്നത്. വൽ ഹറാമു സുമ്മുൻ മുഹ്ലികുൽ ലിദ്ദീനി, ഹറാമായ ഭക്ഷണം എന്നുള്ളത് ദീനിനെ നശിപ്പിച്ചു കളയുന്ന വിഷമാണ്. ഹറാമായ ഭക്ഷണവും അല്ലാത്ത ഹറാമും ഒക്കെ. വൽ ഹലാലു ദവാഉൻ യൻഫഉ ഖലീലുഹു വയദുറു കസീറുഹു, എന്നാൽ ഹലാല് എന്നുള്ളത് മരുന്നാണ്. അത് കുറച്ചാണെങ്കിൽ ഉപകാരവും കൂടുതലായാൽ ഉപദ്രവവും ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഹലാലായത് മരുന്നാണ്. അത് കുറച്ചാണെങ്കിൽ ശരീരത്തിന് ഉപയോഗമാണ്, ഉപകാരപ്രദമാണ്. അമിതമാകുമ്പോഴാണ് ഉപദ്രവമുണ്ടാകുന്നത്. വഖസ്ദുസ്സൗമി തഖ്ലീലുഹു, നോമ്പുകൊണ്ടുള്ള ഉദ്ദേശ്യം ഭക്ഷണത്തെ ചുരുക്കുക, അതിന്റെ ക്വാണ്ടിറ്റി ചുരുക്കുക എന്നുള്ളതാണ്. വഖദ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കം മിൻ സ്വായിമിൻ ലൈസ ലഹു മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വൽ അത്ഷ്, എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പുകൊണ്ട് അവർക്ക് ലഭ്യമാകുന്നില്ല വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും. കുറെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അവരുടെ നോമ്പ് കൊണ്ടുള്ള ആകെ ലാഭം എന്ന് പറയുന്നത് അവർ പകൽ നേരം വിശന്നും ദാഹിച്ചും കഴിയുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു നേട്ടവും ആ നോമ്പ് കൊണ്ടുണ്ടാവുന്നില്ല. അത് ഇങ്ങനെയുള്ള നോമ്പുകാരെ കുറിച്ചാണ് ആ പറഞ്ഞത്. അഥവാ ഭക്ഷണവും മറ്റും മാറ്റിവെച്ചിട്ട് ഹറാമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആളുകൾ, അതുപോലെ തന്നെ പകലിൽ ഭക്ഷണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഹറാമായ അല്ലെങ്കിൽ ശുബഹയുടെ മുതലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഫഖീല, ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് പണ്ഡിതന്മാര് പറയുകയാണ്. ഫഖീല, അതിനെക്കുറിച്ച് പറയപ്പെട്ടു, ഹുവല്ലദീ യുഫ്തിറു അലൽ ഹറാമി, ഹറാമായ ഭക്ഷണം കൊണ്ട് നോമ്പ് മുറിക്കുന്നവനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത് എന്ന് അതിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. വഖീല, വേറൊരു അഭിപ്രായം, ഹുവല്ലദീ യുംസികു അനി ത്വആമിൽ ഹലാലി
വയുഫ്തിറു അലാ ലുഹൂമിൻ നാസി ബിൽ ഗീബത്തി ഹലാലായ ഭക്ഷണം ഉപയോഗിക്കുക എന്നതിൽ നിന്ന് ശരീരത്തെ മാറ്റിയിട്ട്, അഥവാ ഹലാലായ ഭക്ഷണം ഉപയോഗിക്കുന്നതിനെ തൊട്ട് ശരീരത്തെ തടഞ്ഞുവെച്ചിട്ട് ജനങ്ങളുടെ മാംസം തിന്നുകൊണ്ട് നോമ്പ് മുറിക്കുന്ന ആളുകളെ കുറിച്ചാണ്, അഥവാ ഗീബത്ത് പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ഹദീത്ത്. ബഹു ഹറാമുൻ, ഗീബത്ത് ഹറാമാണ്. വഖീല, വേറൊരു അഭിപ്രായം ഈ ഹദീസ്, അഥവാ ഏതാ ഹദീസ് ഒന്നുകൂടെ പറയുന്നു. എത്രയോ നോമ്പുകാരുണ്ട്, അവരുടെ നോമ്പ് കൊണ്ടുള്ള ആകെ ലാഭം, ആകെ മെച്ചമെന്ന് പറയുന്നത് അവർ പകൽ മുഴുവനും വിശന്നും ദാഹിച്ചും കഴിഞ്ഞു എന്നത് മാത്രമാണ്, വേറെ ഒരു നേട്ടവും അതുകൊണ്ടില്ല. ആ നോമ്പുകാർ ആരാണ് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം. ഒരഭിപ്രായം പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഈ ഹദീസിന്റെ വ്യാഖ്യാനം, ഹുവല്ലദീ യുഫ്തിറു അലൽ ഹറാമി, അവൻ ഹറാമ് കൊണ്ട് നോമ്പ് മുറിക്കുന്നവനാണ്, ഹറാമായ ഭക്ഷണം കൊണ്ട് നോമ്പ് മുറിക്കുന്നവനാണ്. വഖീല, വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഹുവല്ലദീ യുംസികു അനി ത്വആമിൽ ഹലാലി വയുഫ്തിറു അലാ ലുഹൂമിൻ നാസി ബിൽ ഗീബത്തി, ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട് ശരീരത്തെ തടഞ്ഞു വെച്ചിട്ട് ജനങ്ങളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. വഹുവ ഹറാമുൻ, ഗീബത്ത് പറയൽ ഹറാമാകുന്നു. വഖീല, വേറൊരു അഭിപ്രായം ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശ്യം, ഹുവല്ലദീ ലാ യഹ്ഫദു ജവാരിഹു അനിൽ ആസാമി, അവനവന്റെ അവയവങ്ങളെ തെറ്റുകുറ്റങ്ങളെ തൊട്ട് സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തോനെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്. എത്രയോ നോമ്പുകാരുണ്ട്, ആ നോമ്പുകാർക്ക് ആകെയുള്ള ലാഭം എന്ന് പറയുന്നത് പകൽ മുഴുവനും അവർ പട്ടിണി കിടന്നു, ദാഹിച്ചു വിശന്നു എന്നുള്ളത് മാത്രമാണ്, വേറെ ഒരു നേട്ടവും അവരുടെ നോമ്പ് കൊണ്ടില്ല. അൽ ഖാമിസു, അഞ്ചാമത്തെ കാര്യം, അല്ലാ യസ്തക്സിറ മിന ത്വആമിൽ ഹലാലി, ഇത്രയേരം പറഞ്ഞിരുന്നത് ഹറാം ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറിക്കണം എന്നാണ്. ശുബഹന്റെ ഭക്ഷണം പോലും കഴിക്കരുത് എന്നാണ്. നന്ദി പറയണതോ അല്ലാ യസ്തക്സിറ മിന ത്വആമിൽ ഹലാലി, ഹലാലായ ഭക്ഷണം തന്നെ അമിതമായി ഉപയോഗിക്കാതിരിക്കലാണ്. വഖ്തൽ ഇഫ്താരി, നോമ്പ് തുറക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതും നോമ്പിന്റെ ശ്രേഷ്ഠതകളിൽ, നോമ്പിന്റെ പരിപൂർണമായ പ്രതിഫലം കിട്ടാൻ അനിവാര്യമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് വയറു നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കണം. അല്ലാ യസ്തക്സിറ, അവൻ അധികരിപ്പിക്കാതിരിക്കലാണ്, മിന ത്വആമി, ഭക്ഷണത്തെ, അൽ ഹലാലി, ഹലാലായ ഭക്ഷണം തന്നെ അധികരിപ്പിക്കാതിരിക്കലാണ്. വഖ്തൽ ഇഫ്താരി, നോമ്പ് മുറിക്കുന്ന സമയത്ത്, ബിഹൈസു യംതലിഉ ജൗഫുഹു, അവന്റെ ഉള്ളു നിറയുന്ന അവസ്ഥയിൽ. അപ്പൊ വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശരിയല്ല. ഫമാ മിൻ വിആഇൻ അബ്ഗളു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബത്നിൻ മുലിഅ മിൻ ഹലാലിൻ, കാരണം ഹലാല് കൊണ്ട് നിറക്കപ്പെട്ട വയറിനേക്കാൾ അല്ലാഹു തആലാക്ക് ദേഷ്യമുള്ള ഒരു പാത്രവും ഭൂമിയിൽ ഇല്ല. അതൊരു ഹദീസ് കൂടിയാണ്. എന്താ ഒന്നുകൂടെ പറയുന്നു, ഫമാ മിൻ വിആഇൻ, ഒരു പാത്രവും ഇല്ല, അബ്ഗളു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാക്ക് ഏറ്റവും ദേഷ്യമുള്ള പാത്രം, മിൻ ബത്നിൻ, ഒരു വയറിനേക്കാൾ. ഏതാണ് ആ വയറ്? ആ വയറ് അല്ലാഹു തആലാക്ക്, ആ പള്ള അല്ലാഹു തആലാക്ക് വലിയ ദേഷ്യാണ്. ഏതാണ് ആ പള്ള? മുലിഅ മിൻ ഹലാലിൻ, ഹലാലായ ഭക്ഷണം കൊണ്ട് നിറക്കപ്പെട്ട വയറ്. ഹലാലായ ഭക്ഷണം കൊണ്ട് തന്നെ നിറക്കപ്പെട്ട വയറ് അല്ലാഹു തആലാക്ക് ഭൂമിയിലുള്ള പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ള, ദേഷ്യമുള്ള പാത്രമാണ്. വകൈഫ യുസ്തഫാദു മിനസ് സൗമി, എങ്ങനെയാണ് നോമ്പുകൊണ്ട് അവന് ഫലം ലഭിക്കുക? ഖഹ്റു അദുവില്ലാഹി വകസ്റു ശഹവതി, നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശത്രുവിനെ പിടിച്ചുവെക്കലും ആഗ്രഹങ്ങളെ പൊട്ടിച്ചുകളയലുമാണ് നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശ്യം. അള്ളാഹുവിന്റെ ശത്രുവിനെ ബന്ധിക്കലും തടഞ്ഞുവെക്കലും. വകസ്റു ശഹവതി,
ആഗ്രഹത്തെ പൊട്ടിച്ചു കളയലുമാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശ്യം. അങ്ങനെ ഉദ്ദേശ്യമുള്ള നോമ്പ് എങ്ങനെയാണ് ഫലവത്താവുക? ഇദാ തദാറക സ്വായിമു ഇൻദ ഫിത്രിഹി, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്ത് മാ ഫാതഹു ലഹവത നഹാരിഹി, പകൽ മുഴുവനും അവൻ നഷ്ടപ്പെടുത്തിയ ഭക്ഷണങ്ങൾ മുഴുവനും നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങോട്ട് അടിച്ചു കയറ്റിയാൽ പിന്നെ എങ്ങനെയാണ് നോമ്പ് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ച ലക്ഷ്യസാക്ഷാത്കാരം സാധ്യമാവുക? എന്താ ലക്ഷ്യസാക്ഷാത്കാരം? അല്ലാഹുവിന്റെ ശത്രുവിനെ തടഞ്ഞുവെക്കലും ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ, അല്ലാഹുവിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ ശൈത്താൻ, ഇബ്ലീസ്, ശൈത്താനാണ് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കല്. ആ ശൈത്താനെ ഖഹ്റ് ചെയ്യലാണ്, അവനെ പരാജയപ്പെടുത്തലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശം. അതുപോലെ തന്നെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ പൊട്ടിച്ചു കളയലുമാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശ്യം. ഇത് രണ്ടും സാധ്യമാകണമെങ്കിൽ ഭക്ഷണം കുറക്കണം. കാരണം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആഗ്രഹങ്ങൾ കൂടുക. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരീരത്തിൽ രക്തമൊക്കെ നന്നായിട്ട് കൂടുതൽ അമിതമായിട്ട് ഓട്ടമുണ്ടാവുക. അപ്പോഴാണ് ശൈത്താൻ ഉഷാറ് കൂടുക. അങ്ങനെ ഉഷാറ് കൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആഹാരം കുറക്കണം, ഭക്ഷണം കുറക്കണം. ഇവിടെയാണെങ്കിലോ നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കുന്നവൻ പകല് മുഴുവനും അവൻ നിർത്തിവെച്ച രാവിലത്തെ നാസ്ത, 10 മണിക്കത്തെ ചായ, ഉച്ചക്കത്തെ ചോറ്, 4 മണിന്റെ ചായ, ഇതെല്ലാം കൂടെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നായിട്ട് അങ്ങോട്ട് അടിച്ചു കയറ്റിയാൽ പിന്നെ എങ്ങനെയാണ് നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം അവന് സാക്ഷാത്കരിക്കാൻ സാധിക്കുക? അതാണ് തങ്ങൾ ചോദിച്ചത്. വറുബ്ബമാ യസീദു അലൈഹി, ചിലപ്പോ ഇതിനേക്കാളൊക്കെ അധികമായിട്ട് ഓൻ തിന്നും ചെയ്യും. നോമ്പ് തുറക്കുന്ന സമയത്ത് രാവിലെ സാധാരണഗതിയിൽ എന്താ ഉണ്ടാകുക? ഗൾഫിലൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ കേൾക്കുണ്ടോ ഞാൻ പറയണത്? നിങ്ങൾ കേൾക്കുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? അതായത് ഈ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇപ്പോ സാധാരണ നോമ്പില്ലാത്ത കാലത്ത് അധിക ആളുകൾക്കും എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് രാവിലെ നാസ്തല്ല. പ്രവാസികളുടെ ഒരു അധികവും സ്വഭാവം അങ്ങനെയാണ്. രാവിലെ നാസ്ത ഇല്ല, അല്ലെ? അങ്ങനെയല്ലേ? രാവിലെ മിക്കവാറും നാസ്ത കുറവാ. പിന്നെ ഉച്ചക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയാവുമ്പോഴാണ് ഇപ്പോ സാധാരണഗതിയിലൊക്കെ എത്തഞ്ഞൊരു 2:30-3 മണിക്ക് എത്തിയാൽ തന്നെ അപ്പൊ നല്ലൊരു ഭക്ഷണം കഴിക്കും. അപ്പൊ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാത്രി കാര്യമായിട്ട് തിന്നൂല. ഇങ്ങനെയാണല്ലോ ഒരു പ്രവാസിയുടെ സാധാരണ ജീവിതം എന്നാണ്. മിക്കവാറും പ്രവാസികൾ അങ്ങനെയാണ്. അപ്പോ നോമ്പില്ലാത്ത അവസ്ഥയിൽ അവനിപ്പോ എത്ര ഭക്ഷണം ഉണ്ടായത്? രാവിലെ നാസ്തല്ല. ഇനി ഉണ്ടെന്ന് വെച്ചാൽ തന്നെ ആ പഴയ ഫ്രീസറിൽ നിന്നൊരു കുബൂസ് എടുത്ത് ചൂടാക്കി വല്ല ബട്ടറോ അല്ലെങ്കിൽ വല്ല ക്രീമോ ഒക്കെ തേച്ച് അല്ലെങ്കിൽ കട്ടൻ ചായയിൽ മുക്കി അങ്ങനെ തിന്നുക. അതാണ് നാസ്ത. ബാച്ചലറായിട്ട് താമസിക്കണവരുടെ അവസ്ഥ പ്രത്യേകിച്ചും അങ്ങനെ. ഇനിയിപ്പോ നല്ല ഭാര്യമാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഓല് ചിലപ്പോ വല്ല വെള്ളപ്പോ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താലായി. സീരിയലൊന്നും കാണാത്ത പെണ്ണുങ്ങളാണെങ്കിൽ. അപ്പോ രാവിലത്തെ നാസ്തന്റെ കാര്യപ്പത് നോമ്പില്ലെങ്കിലേ. അപ്പൊ ഉച്ചക്കുള്ളൊരു ഭക്ഷണമാണ് കാര്യമായിട്ടുള്ളത്. എന്നാ ഇനി നോമ്പ് ഉണ്ടാകുന്ന അവസ്ഥയിലോ? നോമ്പുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, നോമ്പ് തുറക്കുമ്പോ എത്രയോ ഒരു 3-4 തരം ഫ്രൂട്ട്സ്, 2-3 തരം ജ്യൂസ്, ലബന് ചായ, മധുരപലഹാരങ്ങൾ വേറെ. മലബാറിലുള്ള ആളുകളാണെങ്കിൽ ഈ റവ ഉണ്ടാക്കിയിട്ട് ഒരു തരിക്കഞ്ഞി അത് വേറെ. പിന്നെ ചോറ്, ബിരിയാണി ഇങ്ങനെയുള്ളത് വേറെ. ചിലരതിന്റെ കൂടെ വേറെ ദോശ പോലുള്ള സാധനങ്ങളൊക്കെ. കണ്ണൂർക്കാരാണെങ്കിൽ വേറെ കുറെ എരിയുള്ള പലഹാരം വേറെ. ഇതൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്താ. അതാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ. ഞാനും നിങ്ങളൊക്കെ ഞാൻ ഇന്നെ മാറ്റി നിർത്തിയിട്ടല്ല, ഞാനും ഇങ്ങനെ തിന്നണ ആൾ തന്നെയാണ്. അപ്പോ
അതാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്, അള്ളാഹുവിന്റെ അദുവായ ഇബ്ലീസിനെയും ശൈത്താനെയും ഹവൻ നഫ്സിനെയും ക്ഷയിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് നോമ്പുകൊണ്ടുള്ളത്. അതെങ്ങനെയാണ് സാധ്യമാകുക? ഇദാ തദാറക, അവൻ വീണ്ടെടുത്താൽ, അസ്വായിമു നോമ്പുകാരൻ വീണ്ടെടുത്താൽ, ഇന്ദ ഫിത്രിഹി നോമ്പ് മുറിക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത്, മാ ഫാത്തഹു അവന് നഷ്ടപ്പെട്ടത് മുഴുവൻ, ലഹ്വ തനഹാരിഹി പകലിന്റെ സമയങ്ങളിൽ അവന് നഷ്ടമായ ഭക്ഷണം മുഴുവനും നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങോട്ട് തിന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ ഉദ്ദേശ്യം സാധ്യമാകുക? റുബ്ബമായ യസീദു, പകലിൽ നഷ്ടായത് അഥവാ 10 മണിന്റെ നാസ്ത, ഉച്ചക്കത്തെ ചോറ്, 4 മണിന്റെ ഒരു കാലിച്ചായ, ഇതാണ് ഇപ്പൊ പകലിൽ നഷ്ടമായത് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനവറുകൾ പറയാം റുബ്ബമായ യസീദു, ചിലപ്പോൾ ഇതിനേക്കാൾ അധികം ഉണ്ടാവും. ഫി അൽവാനി താമി, വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ, അതാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഭക്ഷണങ്ങളുടെ ഇനങ്ങൾ കൂടുന്നു എന്ന നിലക്കുള്ളത് വേറെയും. ഹത്തസ്തമറത്തിൽ ആദാത്തു, മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയാ, ഏത് കാലത്ത്? 5-ാം നൂറ്റാണ്ടിലെ അവസ്ഥ ഇപ്പൊ പറയണേ. ഇതിപ്പോ നമ്മളിപ്പോ ഉള്ളത് അതിന്റെ ശേഷം ഇങ്ങോട്ട് ഒരുപാട് കാലപ്പുറത്താ. ഒരുപാട് കാലപ്പുറത്തായിട്ടുണ്ട്. ആ കാലം ഇങ്ങോട്ട് ഇപ്പുറത്തായതിന് ഇപ്പൊ എത്ര ഐറ്റങ്ങളാ കൂടിയിട്ടുള്ളത്. പണ്ട് ചൈനക്കാരെ ഭക്ഷണം അവരെ തിന്നിരുന്നത്, ഇപ്പൊ നമ്മള് മലയാളികളെ ഭക്ഷണവും തിന്നുന്നുണ്ട്, ചൈനക്കാരെ ഭക്ഷണവും തിന്നുന്നുണ്ട്. അതിന്റെ പുറത്തിപ്പോ അറബികളെ ഭക്ഷണവും തിന്നുന്നുണ്ട് നമ്മള് മലയാളികള്. ഇപ്പൊ മലപ്പുറത്തൊക്കെ പോയാല് അവിടെ അറബി ഫുഡും ഉണ്ടാവും, കേരള ഫുഡും ഉണ്ടാവും, ചൈനീസ് ഫുഡും ഉണ്ടാവും, നോർത്ത് ഇന്ത്യക്കാരത് വേറെ ഉണ്ടാവും. എല്ലാവർക്കും തിന്നുന്ന ഒരു ടീമായിട്ടുണ്ട് ഇപ്പൊ നമ്മള്. അള്ളാഹു കാക്കട്ടെ. ഇതിപ്പോ നമ്മക്ക് മാത്രമേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. നമ്മക്ക് മാത്രമേ ഇത്രയുള്ള ഐറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. എല്ലാ നാട്ടുകാരെ ഫുഡും തിന്നുന്ന ഒരു ടീമായിട്ട് നമ്മള് മലബാറുകാര്, മലയാളികൾ മാറിയിട്ടുണ്ട്. അപ്പോ അതന്നെ ഞാൻ പറയണതല്ലത്, മഹാനായ ഇമാം ഗസാലി തങ്ങൾ അന്നുള്ള അവസ്ഥ പറയണ നോക്കൂ നിങ്ങള്. ഹത്തസ്തമറത്തിൽ ആദാത്തു, ജനങ്ങളുടെ പതിവ് ആയിട്ടുണ്ട്, ബിഅൻ തദ്ദഖറ ജമീഅൽ അത്ഇമത്തിൽ റമദാന, എല്ലാത്തരം ഭക്ഷണവും റമദാനിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഒരവസ്ഥ ആളുകളുടെ സ്വഭാവമായി മാറിയിട്ടുണ്ട്. ഫയൂക്കലു മിനൽ അത്ഇമത്തി ഫീഹി, അങ്ങനെ ആ റമദാനില് വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ തിന്നും. മാലാ യൂക്കലു ഫീ ഇദ്ദത്തി അശ്ഹുരിൻ, മറ്റു മാസങ്ങളിലൊന്നും തിന്നാത്ത രീതിയിൽ എന്ന്. 11 മാസവും തിന്നാത്ത പല ഇനം ഭക്ഷണങ്ങളും റമദാനില് തിന്നാണ്. അല്ലാഹു തആല റമദാൻ ഉണ്ടാക്കിയതാണെങ്കിലോ, റമദാൻ നിശ്ചയിച്ചെന്നത് ഈ ഭക്ഷണം കുറക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയും ഐറ്റങ്ങളും കുറക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമ്മൾ അല്ലാഹനെ വെല്ലുവിളിക്കാണ്, പകലിൽ ഈ തിന്നാൻ അയക്കൂലെങ്കിൽ ഞങ്ങൾ രാത്രി അതും അതിന്റെ ഇരട്ടിയും തിന്നും എന്ന് വാശി പിടിച്ച് തിന്നണത് പോലെയാണ് ഇപ്പൊ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് ഇവിടെ മഹാനായ ഇമാം ഗസാലി തങ്ങൾ നമ്മളോട് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ തമാശയായിട്ട് കേട്ട് പോയാൽ പോരാ, ഇതിന്റെ ഫലം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അല്ലാഹു തആല നോമ്പുകൊണ്ട് ഉദ്ദേശിച്ച ഫലം നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പുകൊണ്ട് കിട്ടാതെ പോകുന്നു. കാരണം വളരെ പ്രധാനം ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കുറക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള അനുകൂലമായ നിലപാടും അല്ലാഹുവിലേക്ക് അടുക്കാൻ കിട്ടുന്നത്. ഭക്ഷണം കൂടിയാൽ ഉറക്കം അധികരിക്കും. ഉറക്കം അധികരിച്ചാൽ ഇബാദത്തിന് ഭംഗം വരും. തറാവീഹ് പോലുള്ള നിസ്കാരങ്ങൾ, രാത്രി മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ അത് ക്ഷീണാണ്. മാത്രല്ല ഭക്ഷണം കുറക്കുക എന്നുള്ളത് മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ക്ഷയിക്കാൻ കാരണമാണ്. അതുകൊണ്ടാണല്ലോ വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാൻ പറഞ്ഞത്. അപ്പൊ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ്, ഹവൻ നഫ്സിനെ ക്ഷയിപ്പിക്കുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത്.
അത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ആധുനിക സമൂഹത്തിലുള്ള നോമ്പിന്റെ ഒരു വലിയ വലിയ വിപത്തായിട്ട് വന്നിട്ടുള്ളത്. നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പെണ്ണുങ്ങൾക്ക് ഈ എന്താ പറയാ, ഭക്ഷണമുണ്ടാക്കുന്ന മത്സരം നടത്താനുള്ള മാസമാണ്, പാചക മത്സരത്തിനുള്ള മാസമാണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാര്. നമ്മൾ കാശ് കൊടുത്തിട്ടാണ് പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഓരോ പെണ്ണിന്റെയും ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള മാസമായിട്ട് റമദാൻ മാസം മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് റമദാൻ സത്യത്തിൽ ഇതൊക്കെ എനിക്ക് തോന്നുക, ഇതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കള് ഈ റമദാനിന്റെ ഫലം മനസ്സിലാക്കി അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നുകയാണ്. ഇപ്പൊ ഈ ഗൾഫ് നാടുകളിലൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ നമ്മളെ നാട്ടിലും അത് എത്തിയിട്ടുണ്ട്. എന്ത്? റമദാനായാൽ എല്ലാത്തരം ഫുഡും ഇമ്പോർട്ട് ചെയ്യപ്പെടും. എല്ലാ ഐറ്റം പഴങ്ങളും റമദാനാകുമ്പോഴേക്ക് മാർക്കറ്റിലെത്തി. എല്ലാത്തരം ടിൻ ഫുഡുകളും എല്ലാത്തരം ഇൻസ്റ്റന്റ് ഫുഡുകളും മാർക്കറ്റിലെത്തി. കിട്ടാത്തത് മുഴുവനും റമദാൻ മാസത്തിൽ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിന് ആണെങ്കിലോ അമിതമായ വിലയും. അപ്പോ ഒരൊറ്റ വെടിക്ക് രണ്ടു പക്ഷിയാണ്. ഒന്ന്, നമ്മളെ കാശ് മുഴുവനും കൊണ്ടുപോവുകയും അതോടൊപ്പം അല്ലാഹുതആല ഉദ്ദേശിച്ച റമദാനിന്റെ ഫലം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുക എന്നുള്ളത് സത്യത്തിൽ ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മുടെ ഭാവി ദീനിയായിട്ടും ദുന്യവിയായിട്ടും നഷ്ടപ്പെടും. കാരണം ഇതൊക്കെ പച്ചയായിട്ട് നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ചക്കക്കൂട്ടാനും കഞ്ഞിയും കുടിച്ചിരുന്നു. അത് കുറെ കൂടുതൽ കുടിച്ചാലും ഈ ദോഷം ഉണ്ടാവണില്ല. ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങളും, ഞാൻ ഇന്നാളൊരു ഡോക്ടറുടെ ക്ലാസ് കേട്ടത്, നമ്മള് പല അറബി ഫുഡും കഴിക്കുകയാണ് നമ്മളെ നാട്ടില്. അത് കഴിക്കുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള രോഗങ്ങളും, കൊളസ്ട്രോള്, കാർഡിയാക് അറസ്റ്റ് തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാൻ, ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ കാരണങ്ങൾ, ഹൃദയത്തിന്റെ വാൾവുകളിലൊക്കെ കുരുക്കൾ വന്ന് അല്ലെങ്കിൽ ബ്ലോക്കുകൾ ഉണ്ടാകാനൊക്കെ കാരണം ഈ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നു, മാംസഭക്ഷണം കൂടുതൽ കഴിക്കുന്നു, അത് തന്നെ തീയിൽ കരിച്ചത് കഴിക്കുന്നു. ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിന് പ്രതിരോധമായിട്ട് അതിന്റെ ദൂഷ്യവശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ അറബികൾ അതിന്റെ കൂടെ കുറെ ഇലവർഗ്ഗങ്ങൾ കഴിക്കലുണ്ട്. നമ്മൾ അതൊന്നും കഴിക്കണില്ല. അറബികൾ കുറെ ഇറച്ചി തിന്നുമ്പോൾ അതിന്റെ കൂടെ കുറെ ഇലയും തിന്നും. നമ്മൾ ഇലയൊന്നും തിന്നലില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ ദൂഷ്യവശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി അറബികൾ കഴിക്കാറുള്ള പല കൂട്ടു ആഹാരങ്ങളും നമ്മൾ ഒഴിവാക്കുകയും ആ മെയിൻ ഫുഡ് മാത്രം കഴിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നതെന്ന് ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ സാധിച്ചു. അത് സത്യത്തിൽ നമ്മൾ നാട്ടിൽ നടക്കുന്നതാ. എല്ലാതരം ഭക്ഷണങ്ങളും എല്ലാ രാജ്യത്തുള്ള ഭക്ഷണങ്ങളും, എനിക്കൊണ്ട് ഈ അമേരിക്കയിലൊന്നും ഒരു പ്രത്യേക ഫുഡ് ഉണ്ടാവൂല. അതുകൊണ്ടായിരിക്കും അമേരിക്കൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊന്നും വരാത്തത്. അതൊക്കെ ഈ ടിന്നിലൊക്കെ വരുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്നും പ്രത്യേകിച്ചൊരു ഡിഷൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അതൊക്കെ നമ്മളെ നാട്ടിൽ എത്തേണ്ടതായിരുന്നു. ഈ അറബി ഫുഡുകളാണ്, വ്യത്യസ്തങ്ങളായ അറബി രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഫുഡുകളുണ്ട്. അതൊക്കെ കേരളത്തിൽ ഇപ്പൊ ലഭ്യമാണ്. കേരളീയരായ നമുക്കതൊക്കെ ഉണ്ടാക്കാനും അറിയാം. അപ്പോ കാര്യങ്ങൾ ഇവിടെ മഹാനായ ഇമാം ഗസാലി തങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. മാലൂമുൻ എന്നിട്ട് മഹാനവറുകൾ പറയാണ്, മാലൂമുൻ അറിയപ്പെട്ട കാര്യമാണ് അന്ന മഖ്സൂദ സൗബി, നോമ്പ് കൊണ്ടുള്ള ഉദ്ദേശ്യം അൽ ഖവാഉ വ കസ്റുൽ ഹവാ ലിതുഖവ്വി നഫ്സ അല തഖ്വ,
നോമ്പുകൊണ്ടുള്ള ഉദ്ദേശം ശരീരത്തെ വിശപ്പിക്കുക എന്നുള്ളതാണ്. അന്ന മഖ്സൂദ സൗമി അൽ ഖവാഉ, നോമ്പുകൊണ്ടുള്ള ഉദ്ദേശം വിശപ്പ് അനുഭവിക്കുക എന്നുള്ളതാ. വകസ്റുൽ ഹവാ, ആഗ്രഹങ്ങളെ പൊട്ടിച്ചു കളയുക എന്നുള്ളതുമാണ്. ലിതുഖവ്വിൻ നഫ്സ, ആത്മാവിന് ശക്തി പകരാൻ വേണ്ടി, അല തഖ്വ, തഖ്വയുടെ മേൽ, തഖ്വക്ക് ശക്തി ഉണ്ടാക്കാൻ വേണ്ടി ശരീരത്തിന്റെ ഇച്ഛകളെ പൊട്ടിച്ചു കളയുകയും ശരീരത്തിന് വിശപ്പിനെ അനുഭവിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇദാ ദഫഅതൽ മിഅദത മിൻ ലഹ്വതി നഹാരിൻ ഇലൽ അശാ ഹത്താ ഹാജത്ത് ശഹവതുഹാ, ശാസ്ത്രീയമായ ചില കാര്യങ്ങളാണ് ഇവിടെ മഹാനവറുകൾ പറയുന്നത്. ഫഇദാ ദഫഅതൽ മിഅദത, അപ്പോൾ നിന്റെ ആമാശയത്തിന് നീ നൽകിയാൽ, നിന്റെ ആമാശയത്തെ നീ തടഞ്ഞു വെച്ചാൽ, മിൻ ലഹ്വതി നഹാരിൻ, പകൽ സമയങ്ങളിൽ മുഴുവൻ, ഇലൽ അശാഇ, വൈകുന്നേരം വരെ, ഹത്താ ഹാജത്ത് ശഹവതുഹ, അങ്ങനെ ആ ആമാശയത്തിന്റെ ആഗ്രഹം ഇങ്ങനെ പതഞ്ഞു പൊങ്ങി നിൽക്കുകയാണ്. അതിങ്ങനെ സടകുടഞ്ഞെഴുന്നേറ്റ് നിൽക്കുകയാണ് ആമാശയത്തിന്റെ ആഗ്രഹം. അഥവാ പരമാവധി ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള പവർ നേടിയെടുത്തിരിക്കുകയാണ് നമ്മുടെ ആമാശയം. എന്ത് കിട്ടിയാലും ദഹിപ്പിക്കാനുള്ള അതിന്റെ പവർ കൂടുതൽ നേടിയെടുത്തിരിക്കുകയാണ്. കാരണം നല്ല വിശപ്പിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്താണ്ട് കിട്ടിയാലും ദഹിക്കാനുള്ള ഒരവസ്ഥയിൽ ആമാശയം നല്ല ആഗ്രഹത്തിലാണ്. വഖവിയത്ത് റഗ്ബത്തുഹ, അതിന്റെ ആഗ്രഹം ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുമ്മ അത്അംത മിനൽ ലദ്ദാതി, പിന്നെ വ്യത്യസ്തങ്ങളായ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ നീ അതിന് ഭക്ഷിപ്പിച്ചാൽ, ആമാശയത്തിന് കൊടുത്താൽ, വഅശ്ബഅത, അതിനെ നീ നിറക്കുകയും ചെയ്താൽ, നിന്റെ വയറിനെ, ആമാശയത്തെ അങ്ങോട്ട് നിറക്കുകയും ചെയ്താൽ, സാദത്ത് ലദ്ദത്തുഹ, അതിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങോട്ട് അമിതമായി വരും, അതിന്റെ ആഗ്രഹങ്ങൾ ഇരട്ടിക്കും. വതലാഅഫത് ഖുവ്വതുഹ, അതിന്റെ ശക്തി ഇരട്ടിക്കുകയും ചെയ്യും. വംബഅസ മിന ശഹവാതി മാ അസാഹ കാനത് റാകിദതൻ ലൗ തറക്ത അലാ ആദാതിഹ, അതിനെ സാധാരണഗതിയിൽ നീ വിടുകയായിരുന്നെങ്കിൽ, അഥവാ നോമ്പൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കൃത്യമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നീ അതിന്റെ ആഗ്രഹങ്ങളെയൊക്കെ കെട്ടിയിട്ടിരുന്ന ആ അവസ്ഥയേക്കാൾ ഇപ്പോൾ നിന്റെ ആമാശയം വളരെ പ്രവർത്തനയോഗ്യമായി സടകുടഞ്ഞെഴുന്നേറ്റ് അത് കിട്ടുന്നതൊക്കെ പെട്ടെന്ന് ദഹിപ്പിച്ച് നിന്റെ ശരീരത്തിന് അതിന്റെ പോഷകങ്ങൾ ഇങ്ങനെ പാസ് ചെയ്തു കൊടുക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെങ്കിലോ നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ഇബാദത്തിന് നിന്നെ കൂടുതൽ ശക്തി ഉള്ളതാക്കുക, തഖ്വക്ക് കൂടുതൽ ശക്തി പകരുക എന്ന ഉദ്ദേശ്യമായിരുന്നു നോമ്പ് നിർബന്ധമാക്കിയിട്ട് തന്നിരുന്നത്. അത് ഇവിടെ നഷ്ടമായി പോവുകയാണ്. ഫറൂഹു സൗമി വസിറുഹു തളഈഫുൽ ഖുവാ അല്ലതി ഹിയ വസായിലു ശൈത്വാനി ഫിൽ ഔദി ഇല ശുറൂർ. ഫറൂഹു സൗമി, നോമ്പിന്റെ ആത്മാവ് എന്ന് പറയുന്നത്, വസിറുഹു, അതിന്റെ രഹസ്യവും, തളഈഫുൽ ഖുവാ അല്ലതി ഹിയ വസായിലു ശൈത്വാനി, ശൈത്താന്റെ പിശാചിന്റെ മാധ്യമങ്ങളായ ശക്തിയെ ക്ഷയിപ്പിക്കലാകുന്നു. തളഈഫുൽ ഖുവാ അല്ലതി ഹിയ വസായിലു ശൈത്താൻ, ശൈത്താന്റെ മാധ്യമമായ ശക്തിയെ ലഈഫാക്കലാകുന്നു. ഫിൽ ഔദി ഇല ശുറൂരി, ഷർറുകളിലേക്ക്, തിന്മകളിലേക്ക് മടങ്ങുന്നതിലുള്ള ശൈത്താന്റെ മാധ്യമങ്ങൾ, അതിനെ ലഈഫാക്കലാണ് നോമ്പുകൊണ്ടുള്ള ഉദ്ദേശ്യം. വല യഹ്സുല ദാലിക ഇല്ലാ ബിത്തഖ്ലീലി, ഭക്ഷണം കുറക്കൽ കൊണ്ടല്ലാതെ അത് സാധ്യമാകൂല. അപ്പൊ എങ്ങനെയാണ് പിന്നെ ഭക്ഷണം കഴിക്കേണ്ടത്? വഹുവ, ആ ഭക്ഷണം കുറക്കുന്നതിന്റെ രീതി, അയ്യഅ്കുല അക്ലതഹു അല്ലതി കാന യഅ്കുലുഹാ കുല്ല ലൈലത്തിൻ ലൗ ലം യസും, നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ രാത്രിയിൽ എത്രയാണോ അവൻ തിന്നുക അത്രേ തിന്നാൻ പാടുള്ളൂ. നോമ്പില്ലാത്ത കാലത്ത് ഒരാൾ രാത്രി എത്ര ഭക്ഷണ കഴിക്കുക? അത്ര ഭക്ഷണം തന്നെ
നോമ്പുള്ള സമയത്തും കഴിക്കാൻ പാടുള്ളൂ. ഇപ്പൊ സത്യത്തിൽ എന്താ ഉണ്ടാവണത്? മഗ്‌രിബ് ഇങ്ങോട്ട് വാങ്ങിക്കൊടുത്താൽ ഒരു ഭക്ഷണം, മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് വേറെ ഒന്ന്, ഇശ നിസ്കരിച്ചു വന്നിട്ട് പിന്നൊന്ന്, അത്താഴം വേറെയും. ഇപ്പോ രാത്രിയിൽ 4 ഭക്ഷണമായി. സാധാരണ രാത്രിയിൽ ഒരു ഭക്ഷണമുള്ളൂ. എന്നാ ഈ 4 സമയത്ത് കഴിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണോ നീ രാത്രി നോമ്പില്ലാത്ത കാലത്ത് കഴിച്ചിരുന്നത് അത്രേ ക്വാണ്ടിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. ഈ 4 സമയമാകണോണ്ട് കുഴപ്പമില്ല. കാരണം അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. നോമ്പ് തുറക്കുമ്പോ ഭക്ഷണം കഴിക്കല്, പിന്നെ അത്താഴത്തിന് ഭക്ഷണം കഴിക്കൽ, ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ സമയങ്ങൾ വ്യത്യാസപ്പെടുന്നതിനല്ല പ്രശ്നം. അതേസമയത്ത് ക്വാണ്ടിറ്റി ഈ 4 സമയത്തും കൂടെ നീ കഴിക്കുന്നത് നോമ്പില്ലാത്ത കാലത്ത് നീ കഴിച്ചിരുന്ന അതേ അളവേ പാടുള്ളൂ എന്നാണ് മഹാനവറുകൾ ഇവിടെ പറയുന്നത്. അതെ, അയ്യഅ്കുല അക്ലതഹു അല്ലതി കാന യഅ്കുലുഹാ കുല്ല ലൈലത്തിൻ ലൗ ലം യസും ഫഅമ്മാ ഇദാ ജമാ മാ കാന യഅ്കുലു ലഹവതൻ ഇലാ മാ കാന യഅ്കുലു ലൈലൻ. പകൽ സമയത്ത് തിന്നിരുന്നതും രാത്രി തിന്നിരുന്നതും ഒക്കെപ്പാടെ രാത്രിയിലേക്ക് അവൻ അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടി രാത്രിയാണ്ട് തിന്നാൽ ഫലം യന്തഫിഉ ബിസൗമിഹി, പിന്നെ അവന്റെ നോമ്പുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാകൂല. ഫഅമ്മാ ഇദാ ജമഅ, അപ്പോഴവൻ ഒരുമിച്ച് കൂട്ടിയാൽ മാ കാന യഅ്കുലു ലഹവതൻ, പകൽ സമയത്ത് തിന്നിരുന്ന ഭക്ഷണങ്ങളെ മുഴുവനും ഇലാ മാ കാന യഅ്കുലു ലൈലൻ, മുമ്പ് രാത്രി തിന്നിരുന്നതിലേക്ക് അങ്ങോട്ട് കൂട്ടിയാൽ ലാദാബി, മാത്രമല്ല നോമ്പുകാരന്റെ മര്യാദയിൽപ്പെട്ടതാണ് അല്ലാ യുക്സിറന്നൗമ ബിന്നഹാരി, പകലിൽ അമിതമായി ഉറങ്ങാതിരിക്കാന്നുള്ളത്. ഹത്താ യഹുസ്സ ബിൽ ജൂഇ വൽ അത്ഷി, ഹത്താ യുഹിസ്സ ബിൽ ജൂഇ വൽ അത്ഷി, ശരീരത്തിന് വിശപ്പും ദാഹവും അനുഭവിപ്പിക്കാൻ വേണ്ടി. വിശപ്പും ദാഹമൊക്കെ അറിയണം ശരീരം. അതറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ അതിന്റെ വിശപ്പറിയില്ല, ദാഹവും അറിയില്ല. അപ്പൊ ശരീരത്തിന് വിശപ്പ് അറിയിക്കണം, അതാണ് നോമ്പിന്റെ ഒരു ഉദ്ദേശ്യം. അതുകൊണ്ട് നോമ്പുകാലത്ത് അധികം പകൽ സമയത്ത് കിടന്നുറങ്ങലും നോമ്പുകാരൻ കിടന്നുറങ്ങുക എന്നുള്ളത് അദബ് കേടിൽപ്പെട്ടതാണ്. നോമ്പിന്റെ ആദാബ് പകൽ സമയത്ത് കൂടുതൽ ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. വയസ്തശ്ഇറ ضعف القوى فيصفو عند ذلك قلبه ويستديم في كل ليلة قدرا من الضعف حتى يخف عليه تهجده وأوراده. വയസ്തശ്ഇറ, ശരീരത്തിന് അറിയാൻ വേണ്ടിയും, ضعف القوى, അതിന്റെ ശക്തി ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നുണ്ട് എന്നിങ്ങനെ ശരീരം മനസ്സിലാക്കണം. ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതിങ്ങനെ ക്ഷീണിച്ചു വരുന്നുണ്ട് എന്ന് ശരീരത്തിന് മനസ്സിലാകണം. ഫയസ്ഫു, അപ്പോ അവന്റെ മനസ്സ് ഇങ്ങനെ തെളിയും. ഫയസ്ഫു ഇൻദ ദാലിക ഖൽബുഹു, അങ്ങനെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കുറയുമ്പോൾ അവന്റെ മനസ്സിങ്ങനെ തെളിഞ്ഞു വരും. വയസ്തദീമു കുല്ല ലൈലത്തിൻ ഖദ്റൻ മിനൽ ളുഫി, ഓരോ രാത്രിയും ആ ബലഹീനത അതിങ്ങനെ കുറഞ്ഞു ആ ബലഹീനത ഇങ്ങനെ കൂടിക്കൂടി അവന്റെ ശരീരത്തിന്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞു വരും. ഹത്താ യഖിഫ അലൈഹി തഹജ്ജുദുഹു ഔറാദുഹു, അങ്ങനെയാകുമ്പോ അവന്റെ തഹജ്ജുദ് നിസ്കാരവും മറ്റു ഔറാദുകളും ഒക്കെ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളും ഒക്കെ അവന് വളരെ പ്രയാസരഹിതമായി ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിച്ചാല് അമിതമായി കഴിച്ചാൽ അങ്ങനെ കിടന്നുറങ്ങും. ഭക്ഷണം ഇങ്ങനെ കുറച്ചു കൊണ്ടുവന്നാൽ അവന്റെ ശരീരത്തിന് ഇങ്ങനെ ക്ഷീണം ഉണ്ട്, അഥവാ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ അതിന്റെ ആഗ്രഹത്തിന്റെ തോത് ഇങ്ങനെ കുറഞ്ഞു വരും. ആഗ്രഹത്തിന്റെ തോത് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ
അവന്റെ തഹജ്ജുദൊക്കെ ഇങ്ങനെ അവന്റെ മനസ്സിങ്ങനെ തെളിഞ്ഞു വരും. മനസ്സിങ്ങനെ തെളിഞ്ഞു വരുമ്പോ തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ അവന് ഉഷാറുകൂടും. മാത്രല്ല അവന്റെ മറ്റു ഔറാദുകളും ഒക്കെ കൃത്യമായിട്ട് നടക്കും. ഫഅസ ശൈത്താനു അല്ലാ യഹൂമ അലാ ഖൽബിഹി, അപ്പൊ പിന്നെ ശൈത്താൻ അവന്റെ ഹൃദയത്തിന്റെ മേൽ മേച്ചിൽ നടത്തില്ല. പിന്നെ അവന്റെ ഹൃദയത്തിന്റെ മേൽ ശൈത്താന് മേഞ്ഞു നടക്കാൻ പറ്റില്ല. അങ്ങനെ ശൈത്താൻ മേഞ്ഞു നടക്കാത്ത അവസ്ഥയുണ്ടായാൽ, അഥവാ ഭക്ഷണം കുറച്ച് ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ ഇങ്ങനെ ക്ഷയിപ്പിച്ച് കുറച്ചു കുറച്ചു കൊണ്ടുവന്നാൽ അവന്റെ ഹൃദയം ഇങ്ങനെ തെളിഞ്ഞു വരും. ഹൃദയം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അവന്റെ തഹജ്ജുദും ഔറാദുകളും ഒക്കെ കൃത്യമായിട്ട് നടക്കും, പ്രയാസമില്ലാതെ നടക്കും, മുടങ്ങാതെ നടക്കും. അങ്ങനെ മുടങ്ങാതെ നടക്കുമ്പോ ശൈത്താൻ അവന്റെ ഹൃദയത്തിന്റെ മേലും മേഞ്ഞു നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകൂല, തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാകൂല. ഹൃദയത്തിന്റെ മേൽ ശൈത്താൻ തടസ്സം സൃഷ്ടിക്കുന്ന ആ അവസ്ഥ ഇല്ലാതായാൽ ഫയൻദുറു ഇലാ മലക്കൂത്തിസ് സമാ, അല്ലാഹുവിന്റെ രഹസ്യങ്ങളിലേക്ക് മലക്കൂത്തിലേക്ക് അവന് നോക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കൂത്തിലേക്ക് അങ്ങനെ നോക്കാൻ ഇത് കാരണമായിട്ട് അവന് സാധിക്കും. അതിനാണ് സത്യത്തിൽ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത്. നോക്കൂ നിങ്ങൾ, ലൈലത്തുൽ ഖദ്രി. പിന്നെ പറയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ഇബാറത്തുൻ അനിൽ ലൈലത്തില്ലത്തി യൻകശിഫു ഫീഹാ ശൈഉം മിനൽ മലക്കൂത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കൂത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ പ്രത്യക്ഷമാകുന്ന, അതിന്റെ മൂടി തുറന്നു വരുന്ന, അത് അടിമകൾക്ക് കൂടുതൽ പ്രകടമാകുന്ന ഒരു ദിവസമാണ്, ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കൂത്തിന്റെ, അവന്റെ ചില രഹസ്യങ്ങൾ അതിന്റെ മറ നീക്കി പുറത്തു വരുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ. വഹുവൽ മുറാദു ബിഖൗലിഹി, അതാണ് അല്ലാഹു തആലാന്റെ വാക്കുകൊണ്ട് ഉദ്ദേശം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് നാം ആ ഗ്രന്ഥത്തെ ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹുവിന്റെ മലക്കൂത്തിൽ നിന്നുള്ളത് ചിലത് അതിന്റെ കശ്ഫ്, അതിന്റെ ആ മറ നീക്കി പുറത്തു വരുന്ന ദിവസമാണ്, ആ രാവാണ്. അതുകൊണ്ട് ആ രാവ് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നോമ്പിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അള്ളാഹുവിന്റെ ആ മലക്കൂത്തിലേക്ക് നോക്കാൻ പറ്റുന്ന ഒരവസ്ഥ അവന്റെ നോമ്പ് കൊണ്ട് അവന് നേടിയെടുക്കാൻ പറ്റും. അതിന് ഇങ്ങനെയൊക്കെ ഭക്ഷണത്തൊക്കെ കുറച്ചുകൊണ്ട്, തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അവൻ നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിയണില്ലേ? യഹിയ ആണ്, അപ്പൊ അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. സമദ് വൈശിസ്താവ് വന്നിക്കണോ? ഞാൻ ഇപ്പൊ കാമണിക്കൂർ പറഞ്ഞിട്ട് ഇവിടെ 2-3 കാലമായോ? സമയം കുറെ ആയിന്ന് തോന്നുന്നു. ഞാൻ തുടങ്ങിയപ്പോ സമയം നോക്കിയതുമില്ല. സമദ് വൈശിസ്താവ് ഉണ്ടല്ലേ? സമയം ഒരുപാടായി, 1:15 ആയി ഇവിടെ. അപ്പൊ ഞാൻ ഇപ്പൊ എപ്പോഴേ തുടങ്ങിയത്? നമുക്ക് നിർത്തല്ലേ? സമദ് വൈസ് ഉസ്താദ് വന്നിക്കണമെങ്കിൽ എന്നാല് അടുത്തത് കുറെ നേരം ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാവില്ല. ഒരു കാര്യം ഇങ്ങനെ കുറെ നേരം പറയുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തിനോട് ഒരിക്കങ്ങനെ വയല് പറഞ്ഞപ്പോ നബിയെ ഇനിയും കുറച്ചുകൂടെ പറഞ്ഞരിയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നുള്ളൂ എന്നാണ്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം ഗസാലി തങ്ങളെ യഹ്യനോട് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാകാൻ പാടില്ല. ഞാനിപ്പോ എന്തേലും ഒന്ന് പറയണ്ടേന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അതുകൊണ്ട് മടുപ്പ് തോന്നണത്ര വയലറിയാൻ പാടില്ല എന്നാ. കുറെ നേരമായി എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്. പിന്നെ ബഹുമാനപ്പെട്ട സമദ് ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ടാവും. മൂപ്പര് താഴെ എവിടെയും വന്ന് ഉണ്ടായിരിക്കേ കാരണം കാണുന്നില്ല അല്ലേ? വന്നിട്ടുണ്ടോ? അമീർ സാഹിബ് വന്നിട്ടുണ്ടോ?
എന്നാ അടുത്ത പരിപാടി എന്താ വെച്ചാല് തുടങ്ങ. ഇത്ര മതി തോന്നണു, ഇത്ര മതി. നമുക്ക് ഒരീസോടെ വായിച്ചിട്ട് തീർക്കാം. അപ്പൊ അസ്റാറു സൗമ് തീരും. ഒരീസോടെ വായിച്ചാല് തീരാനേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതും ഒക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്കിപ്പോ വയലിന്റെ ഒന്നും കുറവല്ലുള്ളത്. ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല കേൾക്കാൻ ഇമ്പമുള്ള വിഷയങ്ങളെ മനസ്സിലിന്റെ ഉള്ളിലേക്ക് ക്യാപ്സൂളുകളാക്കിയിട്ട് തരുന്ന ഒരുപാട് വയലുകൾ നമുക്കുണ്ട്. പക്ഷെ നമ്മളതൊന്നും പ്രയോഗവൽക്കരിക്കണില്ല എന്നുള്ളതാണ്. കേൾക്കുമ്പോ ചെറിയ ഒരു ഉഷാറൊക്കെ ഉണ്ടാവും, പിന്നെ ഞാനും നിങ്ങളും ഒക്കെ അതിൽ നിന്ന് പിന്മാറുകയാണ്. അതാണ് നമ്മുടെ ആകെയുള്ള പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടത്, അള്ളാഹുവേ ഈ കേൾക്കുന്നതൊക്കെ അതിന്റെ ഒരു പകുതിയെങ്കിലും ഒക്കെ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീക്കിന് വേണ്ടിയാണ്. മഹാന്മാരൊക്കെ പറഞ്ഞത്, അറിയണ ഇൽമ് അമലിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഓൻ വിവരമില്ലാത്തവനാണ്. നമ്മൾ ഈ പഠിക്കണ കാര്യങ്ങളൊക്കെ അത് പ്രയോഗവൽക്കരിക്കാനാകണം, എന്നാലേ അത് ഇൽമു നാഫിയാകുള്ളൂ. പഠിക്കണ കാര്യം ഉപയോഗപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോഴല്ലേ. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഉള്ളു മഹാപൊള്ളയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. മഹാനായ ഇമാം ഗസാലി തങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് അവരുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാ. നമ്മൾ വേലറിയണ മാതിരി പറഞ്ഞതല്ല. അവരുടെ ജീവിതം ഒരു ഗ്രന്ഥമാക്കി എഴുതി വെച്ചതാ. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒക്കെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. രാത്രി ഇന്ന് നോമ്പ് 15 നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. കഴിഞ്ഞ 15 ദിനരാത്രങ്ങളിൽ നമ്മളിൽ ആരാണോ അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം നേടിയവർ എന്ന് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച രീതിയിൽ നോമ്പ് നോമ്പുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇഹപര വിജയങ്ങൾ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ നമുക്ക് അല്ലാഹു തആല സൗഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് സൗഭാഗ്യം നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടതകൾ, പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. നമ്മൾ ചെറുപ്പത്തിൽ നോമ്പ് നോറ്റ് പഠിപ്പിച്ചവരാണ് അവര്. നമ്മൾ നോമ്പ് നോറ്റ് ഒരു 4 മണിയാകുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മളെ ഉമ്മാക്ക് വിഷമമുണ്ടായിരുന്നു. നമ്മളെ ഉമ്മ നമ്മളെ നോമ്പ് മുറിപ്പിക്കണോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. എന്റെ കുട്ടി ഒരു നോമ്പ് നോറ്റ് മുഴുവനാക്കട്ടെ എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ആ ചെറുപ്പകാലത്തിലൊക്കെ നമ്മളൊരു നോമ്പ് നോറ്റപ്പോൾ നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വളരെ സന്തോഷമാണ്. അടുത്തുള്ള വീടുകളിലും കടയിലും ഒക്കെ പോയിട്ട് പറയുമായിരിക്കും അവരൊക്കെ, എന്റെ കുട്ടി ഇപ്രാവശ്യം 23 നോമ്പ് നോറ്റു, 25 നോമ്പ് നോറ്റു എന്നൊക്കെ ഇങ്ങനെ അഭിമാനത്തോടു കൂടി അവർ പറയും. അങ്ങനെയുള്ള ഉപ്പ ഉമ്മമാരിൽ പല ആളുകളും ഇപ്പൊ നോമ്പ് നോൽക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അവരിൽ വിഷമതകൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ക്ഷീണം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. വാർദ്ധക്യ സഹജമായ ക്ഷീണമുള്ള ആളുകൾ, നിങ്ങൾക്കറിയോ എത്രയോ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഇക്കൊല്ലം നോമ്പ് നോൽക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടാകും. അവരെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുക. നമുക്കും ആ ഒരു അവസ്ഥ വരാനുണ്ട്. കഴിഞ്ഞ കൊല്ലം ഞാൻ നോറ്റില്ലല്ലോ, ഇക്കൊല്ലം എനിക്ക് നോൽക്കാൻ കഴിയണമില്ലല്ലോ എന്നുള്ളൊരവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ ഈ നോമ്പ് നോൽക്കാനൊക്കെ പരിശീലിപ്പിച്ച നമ്മളെ ഉമ്മ ഉപ്പമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. അവരുടെ നോമ്പൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ.
നമുക്ക് വേണ്ടി അവർ സഹിച്ച പ്രയാസങ്ങൾക്ക് ഒന്നും തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ, വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സന്താന പരമ്പരകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സ്നേഹിക്കുന്ന, ദീൻ കാര്യങ്ങളൊക്കെ മുറ പോലെ കൊണ്ടു നടക്കുന്ന മക്കളാക്കി തരട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കെണിയിലൊന്നും പെടാതെ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാരായി ജീവിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കളെയൊക്കെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. രണ്ട് ലോകത്തും ഉപകാരം കിട്ടുന്ന മക്കളാക്കി തരട്ടെ. ഇത് എന്റെ മകനാണ്, എന്റെ മകളാണ് എന്നൊക്കെ അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന മക്കളാക്കി നമ്മളെ മക്കളെല്ലാം മാറ്റിത്തരട്ടെ. ഒരാളുടെയും ചീത്തപ്പേര് സമ്പാദിക്കാതെ ഒരുപാട് മക്കളൊക്കെ ഒളിച്ചോടിയ വാർത്തകളൊക്കെ ശരിയാണോ എന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും സത്യമാക്കാതിരിക്കട്ടെ എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, അതൊക്കെ സത്യമാണെങ്കിൽ ആ കുട്ടികളുടെയൊക്കെ ഉപ്പയും ഉമ്മയും ഒക്കെ എത്ര വിഷമിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ ഷെയർ ചെയ്യുമ്പോഴും നല്ലോണം സൂക്ഷിക്കാം. അവിടെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പലതരത്തിലുള്ള ഫോട്ടോകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതൊന്നും സത്യമാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാം. അഥവാ അത് സത്യമല്ലെങ്കിൽ, ഇനി സത്യമാണെങ്കിൽ തന്നെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അതിന്റെ രക്ഷിതാക്കളെയോ ആ മഹലിലെ ബന്ധപ്പെട്ട ആളുകളെയോ ഒക്കെ അറിയിച്ചിട്ട് അത് ആ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ആ ഫോട്ടോ കിട്ടിയ ആൾക്ക് അവിടെ തന്നെ അതിന്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ അഡ്രസ്സിൽ നോക്കി അതിന്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കാന്നല്ലാതെ അങ്ങനെ പെൺകുട്ടികളുടെ ഒന്നും ഫോട്ടോ ഇങ്ങനെ വാട്സപ്പിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് വലിയ ഫലമൊന്നുണ്ടെന്ന് തോന്നണില്ല. അതൊക്കെ ആ കുടുംബത്തിന്റെ മുറിവ് കൂട്ടാനേ ഉപയോഗപ്പെടുത്തുള്ളൂ. ആ ഫോട്ടോ പതിച്ച ബോർഡിൽ തന്നെ ആ കുട്ടിയുടെ അഡ്രസ്സും ഉണ്ടാവും. അതുകൊണ്ട് ആ അഡ്രസ്സിൽ വിളിച്ച് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അറിയിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ തിരുത്തിക്കുക. അതിനൊക്കെ നമ്മുടെ ഇബാദിന്റെ പ്രവർത്തകരെയൊക്കെ ആയിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോയ പല പെൺകുട്ടികളും നമ്മുടെ ഇബാദിന്റെ SKSSFന്റെ ഇബാദിന്റെ പ്രവർത്തകര് ബന്ധപ്പെട്ട് ആഴ്ചകളെ കൊണ്ട് ആ കുട്ടിയുടെ മനം മാറ്റുകയും തിരിച്ച് സങ്കടത്തോടുകൂടി ഉപ്പാന്റെയും ഉമ്മാന്റെയും കാൽക്കല് വീഴുന്നൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ട്രെയിനിങ് കിട്ടിയ ഒരു ടീമാണ് നമ്മുടെ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞത് അത്തരത്തിലുള്ള അപമാനമുണ്ടാക്കുന്ന ഏർപ്പാടുകളിലൊന്നും സംഭവങ്ങളിലൊന്നും നമ്മളെ മക്കളെ ആരെയും അല്ലാഹു തആല പെടുത്താതിരിക്കട്ടെ. ആ ഒളിച്ചോടിപ്പോയ ആ കുട്ടിന്റെ വാപ്പയാണ് എന്നൊന്നും പറയേണ്ട ഒരു ഗതികേട് നമ്മളെ ആരെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്താതിരിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا. اللهم اجعله حجة لنا لا حجة علينا. اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار. اللهم اجعلنا من نتقائك وطلقائك وخلصائك وأمنائك من النار. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇത്രയേരം ക്ഷമിച്ചിരുന്ന എല്ലാ സഹോദരന്മാർക്കും നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.